ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രീകരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ തകർക്കാൻ, ദുർബലപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമമുണ്ട്. ആ ശ്രമത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിയായി ഗവർണർ മാറിയിരിക്കുന്നു. ഗവർണർ ഒരു ഭരണഘടനാ പദവിയാണ്. ഗവർണർ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം പ്രസിഡന്റിനോട് മാത്രമാണ്. ശരിയാണ്. പക്ഷെ ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമാണ്. ഭരണഘടനാ അസംബ്ലിയിൽ ഒരു ആവശ്യം വന്നു, ഈ ഗവർണറും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പദവിയാക്കിയാലോ. അപ്പൊ അംബേദ്കർ ചോദിച്ചു, ഒരു അധികാരമില്ലാത്ത പദവിയിലേക്ക് മത്സരിക്കാൻ ആത്മാഭിമാനമുള്ള ആരെങ്കിലും തയ്യാറാകുമോ? അതുകൊണ്ട് ഇങ്ങനെ തന്നെ മതി. അംബേദ്കർ അന്ന് ചാൻസലർ ഞങ്ങൾ കൊടുത്ത പദവിയാണ്. ചാൻസലർ നിയമസഭ നൽകിയ അധികാരം മാത്രമാണ്. ഗവർണർക്ക് രാഷ്ട്രപതിയോട് മറുപടി പറഞ്ഞാൽ മതി. ചാൻസലർ വേണമെന്ന് വെച്ചാൽ നിയമസഭ കമ്മിറ്റിക്ക് വിളിക്കാം. അതുകൊണ്ടാണ് പൂഞ്ചി കമ്മീഷൻ പറഞ്ഞു, സർക്കാരിയ കമ്മീഷൻ പറഞ്ഞു, ഗവർണർ ചാൻസലറുടെ പദവി, ആ പദവി കൂടി വഹിക്കുമ്പോൾ പല പ്രായോഗികമായ സങ്കീർണതകളും ഉണ്ടാകും. അതുകൊണ്ട് രണ്ട് കമ്മീഷനുകൾ പറഞ്ഞു, ഗവർണർമാർ ചാൻസലർമാരാകാനേ പാടില്ല. കോടതിക്ക് ഗവർണർക്ക് സമൻസ് അയക്കാൻ പറ്റില്ല, കോടതിക്ക് ചാൻസലർക്ക് സമൻസ് അയക്കാം. കോടതിക്ക് ഗവർണറെ വിളിച്ചു വരുത്താൻ പറ്റില്ല, ഇമ്മ്യൂണിറ്റി ഉണ്ട് ഭരണഘടനയിൽ. ചാൻസലറെ കോടതിക്ക് വിളിച്ചു വരുത്താം. വിദ്യാർത്ഥികൾ ഗവർണർക്കെതിരെ സമരം ചെയ്യുമില്ല, വിദ്യാർത്ഥികൾ ചാൻസലർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്. ചാൻസലർക്കെതിരെ സമരം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസം സംരക്ഷിക്കാനാണ്. ഞങ്ങൾ ഒരു ബില്ല് കൊണ്ടുവന്നു. UGC പറഞ്ഞു, വൈസ് ചാൻസലർ നിയമിക്കുന്ന കമ്മിറ്റി 5 അംഗ കമ്മിറ്റി ആയിരിക്കണം. അതിലൊരാൾ UGCയുടെ പ്രതിനിധിയായിരിക്കണം. സുപ്രീം കോടതി പറഞ്ഞു, നേരത്തെ സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് UGCയുടെ റെഗുലേഷൻ അല്ല, സംസ്ഥാന നിയമമാണ് ഉയർന്നു നിൽക്കുന്നത്. ഇപ്പൊ സുപ്രീം കോടതി മറ്റൊരു വ്യാഖ്യാനം നൽകി, UGCയാണ് പ്രധാനം. ആ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു, സംസ്ഥാനങ്ങൾ UGC റെഗുലേഷൻ അനുസരിച്ച് നിങ്ങളുടെ നിയമം മാറ്റണം, ഭേദഗതി ചെയ്യണം. ഞങ്ങൾ സുപ്രീം കോടതി വിധി അംഗീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി നിയമം ഭേദഗതി ചെയ്തു. 5 അംഗങ്ങളുടെ സെർച്ച് കമ്മിറ്റി വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കാൻ. അതിലൊരാൾ UGC പ്രതിനിധി, മറ്റൊരാൾ ചാൻസലറുടെ പ്രതിനിധി, വേറൊരാൾ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധി, മറ്റൊരാൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നിർദ്ദേശിക്കുന്ന പ്രതിനിധി. അങ്ങനെ 5 പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചു. ആ കമ്മിറ്റി അപേക്ഷകൾ ക്ഷണിച്ച് ഇന്റർവ്യൂ നടത്തി ഒരു പാനൽ ചാൻസലർക്ക് നൽകണം. ആ പാനലിൽ 3 പേരുണ്ടായിരിക്കണം. നേരത്തെ ഒരാളുണ്ടെങ്കിലും കൊടുക്കാമായിരുന്നു, അതും മാറ്റി ഞങ്ങൾ. ഇത് അംഗീകരിച്ചില്ല. കമ്മിറ്റി തീരുമാനമെടുക്കുന്നത് ഏകകണ്ഠമായോ ഭൂരിപക്ഷ പ്രകാരമോ ആയിരിക്കണം തീരുമാനിച്ചു. ഗവർണറുടെ ചോദ്യം ഞങ്ങൾ ഇത് വിശദീകരിക്കാൻ ചെന്നല്ലോ. അപ്പൊ ഗവർണർ പറഞ്ഞു, അങ്ങനെ പറ്റില്ല, ഭൂരിപക്ഷം പറ്റില്ല. അപ്പൊ ഞാൻ അമേരിക്ക ജഡ്ജ്മെന്റുകൾ എന്താണ് കമ്മിറ്റി എങ്ങനെ തീരുമാനം ഓൺ ദ ബേസിസ് ഓഫ് മെജോറിറ്റി എല്ലാം കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അത് പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ പേര് തരാം, ആ പേരിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുക്കും. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, അങ്ങനെയാണെങ്കിൽ പിന്നെ UGC പറയേണ്ടത്, UGC ഒരു പേര് അയച്ച് ചാൻസലർക്ക് കൊടുക്കുക, മറ്റാളുകൾ ചാൻസലർക്ക് പേര് അയച്ചു കൊടുക്കുക, കമ്മിറ്റി വേണ്ടല്ലോ. കമ്മിറ്റി കളക്റ്റീവ് ഫംഗ്ഷനിങ് ആണ്. ലോകത്തെല്ലായിടത്തും കമ്മിറ്റി കൂട്ടായി പ്രവർത്തിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ചാൻസലർ അതിനടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്ന വ്യവസ്ഥ ഗവർണർ അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ട്? അത് ഗവർണർക്ക് ചാൻസലർ എന്ന നിലയിൽ തുടരാൻ താല്പര്യമുള്ളത് യൂണിവേഴ്സിറ്റികളെ സംഘവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്, സഫ്രണൈസേഷൻ. അതിന്റെ തുടർച്ചയിൽ ഞങ്ങൾ പറഞ്ഞു, ചാൻസലറായിരിക്കാൻ താങ്കൾക്ക് അധികാരമില്ല. ചാൻസലർ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധമുള്ള ഒരാളായിരിക്കണം, അതിനകത്ത് ഔന്നത്യമുള്ള ആളായിരിക്കണം. പുതിയ ബില്ലും കൂടി പാസാക്കി. സുപ്രീം കോടതി പറഞ്ഞു, ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തിന് പ്രാമുഖ്യം. തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തിന്റെ തീരുമാനത്തെ തെരഞ്ഞെടുക്കപ്പെടാത്ത വ്യക്തിക്ക് അട്ടിമറിക്കാൻ അധികാരമില്ല, സുപ്രീം കോടതി പറഞ്ഞു. പക്ഷെ ഒപ്പിട്ടില്ല. നിയമസഭ തീരുമാനിച്ചു ചാൻസലറായി ഗവർണർ തുടരേണ്ടതില്ല.
നിയമസഭ എടുത്ത തീരുമാനം പൂർണ്ണമായും ശരിയാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നത്. ഏതെങ്കിലും ഒരു ചാൻസലർ ഇതുപോലെ പ്രവർത്തിക്കുമോ? ഗവർണർക്ക് ഒരു പ്രത്യേകത, 35 വയസ്സായാൽ മതി, ആർക്കും ഗവർണറാകാം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണേ പ്രായപൂർത്തിയാകും വേണം, സൗണ്ട് മൈൻഡും വേണം. അതുപോലും ഗവർണർക്ക് വേണ്ട, 35 വയസ്സ് മതി. ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം അവിടെ പോയി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. സർവകലാശാലയിലെ വൈസ് ചാൻസലർ UGC പറയുന്നു, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഹെഡ് ഓഫ് ദ അക്കാഡമിക് കമ്മ്യൂണിറ്റി. യൂണിവേഴ്സിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വൈസ് ചാൻസലറാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമം, ചാൻസലർക്ക് അധികാരങ്ങളുണ്ട്, വൈസ് ചാൻസലർക്കുമുണ്ട്. ലോകമെങ്ങും ആദരിക്കുന്ന ശാസ്ത്രജ്ഞൻ പണ്ഡിതൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വിളിച്ചിട്ട് കൂലി വേലക്കാരനെ പോലെ അധിക്ഷേപിക്കാൻ ഏത് സംവിധാനമാണ് ചാൻസലർക്ക് അധികാരം നൽകുന്നത്? ജനാധിപത്യത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ബോധം പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വന്നു. അദ്ദേഹം മിഠായി തെരുവിലൂടെ നടന്നത് നല്ലത്. കാരണം കേരളത്തിൽ ഏതൊരാൾക്കും ഏത് സമയത്തും ഏത് തെരുവിലൂടെയും സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്ന അത്രയും ഭദ്രമാണ് ക്രമസമാധാനം. സ്വസ്ഥമായിട്ട് നടക്കാം. പിന്നെ ബഹളം ഉണ്ടാക്കി പോയാൽ നമ്മുടെ ഉത്തരവാദിത്തം ഭരണഘടനാ പദവിയിലല്ലേ. മാതൃഭൂമി പത്രം എഴുതി, ഗവർണറെ ആക്രമിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിടാം. ഇതാരും ഇംഗ്ലീഷിലാക്കി കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് വിധി വായിച്ചാൽ മനസ്സിലാക്കും എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത്. അപ്പൊ കേരളത്തിൽ ഞങ്ങൾ ഗവർണറുമായിട്ടൊരു പരസ്യ ഏറ്റുമുട്ടലേയും വരുമില്ല. ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ നിലപാടുകൾ സ്വീകരിക്കുന്നു. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയവൽക്കരണം ശ്രമിക്കുമ്പോൾ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നു നേരിട്ട്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ന് അമ്പരപ്പിക്കേണ്ടതാണെങ്കിലും പറഞ്ഞാളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ധാരണയുള്ള ആളുകൾക്കൊന്നും അമ്പരക്കേണ്ടി വരില്ലാത്ത ഒരു പ്രതികരണം KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, സംഘപരിവാരും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അവര് സർവകലാശാലയിലേക്ക് അവരുടെ ആളുകൾ വരുന്നത് കൊണ്ട് എന്താ കുഴപ്പം? എവിടെ നിന്നാണ് KPCC പ്രസിഡന്റ് ഇത് പറയുന്നത്? ഏത് കാലത്താണ് പറയുന്നത്? ഏത് രാജ്യത്താണ് പറയുന്നത്? ഉന്നത വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിമറിക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്ന ഒരു കാലം. ജനാധിപത്യത്തിന്റെ ഭാഗമായ സംഘപരിവാരത്തിന്റെ വക്താവിനെ NCERT-യുടെ ചുമതല ഏൽപ്പിച്ച് ഒരു പുസ്തകം വന്നില്ലേ? പണ്ഡിതൻ എന്ന നിലയിൽ K. സുധാകരൻ അംഗീകരിക്കുന്നുണ്ടോ മഹാത്മാഗാന്ധിയുടെ വധം, അതിനെ തുടർന്നുള്ള സംഭവങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന ഭാഗം? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ചരിത്രങ്ങൾ ഭാവി തലമുറ പഠിക്കേണ്ടതില്ല എന്നുള്ള ഈ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമായ സംഘപരിവാരത്തിൻ്റെതാണ് എന്നാണോ K. സുധാകരൻ കാണുന്നത്? ഇവിടെ ബഹുമാനായ റവന്യൂ മന്ത്രി പരാമർശിച്ചു പോയില്ലേ? ജവഹർലാൽ നെഹ്റു സർവകലാശാല തുടങ്ങി എല്ലാ കേന്ദ്ര സർവകലാശാലകളും ഔന്നത്യത്തിന്റെ രൂപങ്ങളായി കണ്ടിരുന്ന ചലച്ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ എല്ലാത്തിന്റെയും മതനിരപേക്ഷ ഉള്ളടക്ക തട്ടിമറിക്കാൻ ആസൂത്രിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? അദ്ദേഹത്തിന് പറയാം, അദ്ദേഹം പണ്ട് ശാഖയ്ക്ക് കാവലും നിന്നിട്ട് ചരിത്രമുള്ള ആളാണ്. BJPയിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോയാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ വഹിക്കുന്ന സ്ഥാനവും പ്രവർത്തിക്കുന്ന മേഖലയും അറിയേണ്ടതില്ലേ? ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കം നവകേരളത്തിന്റെ ഭാഗമായി കാണുന്നു. ഉന്നത വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പുതിയ വ്യവസായ മേഖലയിലേക്ക് വരണം. ഇപ്പോ ചിലർ പറയുന്നുണ്ടല്ലോ, കേരളം ഇനി അടുത്തതുണ്ട്, സാമ്പത്തിക അടിയന്തരാവസ്ഥ വേണം കേരളത്തിൽ. കേരളം സാമ്പത്തികമായി പ്രതിസന്ധിയിലാണോ? സാമ്പത്തികമായി ഞെരുക്കമുണ്ട്. ആ ഞെരുക്കത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നിവിടെ പരാമർശിച്ചു പോയിട്ടുണ്ട്. കേരളം 12% സാമ്പത്തിക വളർച്ചയുള്ള സംസ്ഥാനമാണ്.